ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മുഹറം 9 അതിൻ്റെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് സമക്ക് നോമ്പുണ്ട് കേട്ടോ. സമതുണ്ട് സമക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഇരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. മുഹമ്മദിനെ കണ്ടില്ലേ? മുഹമ്മദിനെ നോമ്പുണ്ടെന്ന് എത്രണ്ണം? മുഹമ്മദ് 4 നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എത്രാമത്തെ നോമ്പാ? ഇന്ന് 5-ാമത്തെ. നമുക്ക് എന്താ വേണ്ടിയ നോമ്പ് ഓർക്കുമ്പോ? ബ്രെഡ് പോക്കറ്റ് വേണ്ടി. പിന്നെ എനിക്കൊന്നും വേണമെന്നില്ല. എനിക്കും സമക്കും പിന്നെ എൻ്റെ ഉമ്മാക്കും നോമ്പുണ്ട്. അങ്ങനെ 3 ആൾക്കും നോമ്പുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് നോമ്പില്ല. മുഹമ്മദിന് നോമ്പുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങൾ വേഗം നിസ്കാരമൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് പുറത്ത് പോകാണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കുറച്ച് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ആദം ഉറങ്ങിയിരുന്നു. അപ്പോൾ ആദമിനെ ഉറക്കിയിട്ട് വേഗം ഉണരണ മുന്നേ വേഗം പോയിട്ട് വരാൻ വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ വേഗം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വേഗം എണീറ്റ് ഒരു ചെറിയൊരു മേക്കപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുങ്ങിയിട്ടാണ്. ഫസ്റ്റിൽ തന്നെ ഹെയറൊക്കെ കോംബ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരുമാതിരി ഫീലാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. കണ്ടേ, മുഹമ്മദുണ്ട്, സമണ്ട്, ഞങ്ങൾ ആദമിനെ ഉറക്കി കെടുത്തിരിക്കുകയാണ്. ആദമ് വന്നാൽ പറ്റില്ല, ഭയങ്കര പിടിച്ചാൽ കിട്ടൂലാണ്. അപ്പം ഞങ്ങൾ അവനെ ഉറക്കി കെടുത്തിയിട്ട് ഞങ്ങൾ വേഗം പോയി തരാം. ഇനി ഞാനൊന്ന് എഴുതാം. നമ്മൾ ചെറിയൊരു ഒരുക്കട്ടോ, ജസ്റ്റ് ഒന്ന് ഒന്ന് എഴുതുക. നാളേക്കം മുഹറം 9 നോമ്പെടുത്തെന്ന് കമന്റ് ചെയ്യണം. 9 നോമ്പൊക്കെ മുറിച്ചിട്ട ഗൈസ് ഇല്ലട്ടാ. പല്ലൊക്കെ പോയിട്ട് എന്തായിക്കണേ ഈ അല്ലാടുണ്ട് ചേടാ. നല്ല വേദനയാണ്. എൻ്റെ കണ്ണിലും ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് എഴുതണം. അത് എൻ്റെ ഇഷ്ടം. എനിക്ക് എന്താ നമുക്ക് കട്ടിയിൽ എഴുതണം. കണ്ണെഴുതുമ്പോൾ കട്ടിയിൽ എഴുതിയില്ലെങ്കിൽ എന്തോ ഒരു ലിപ്സ്റ്റിക്കാ കണ്ടോ. കണ്ണെഴുതി ഒരു എന്താ പറയുക, ഒരു വെളിച്ചം വെച്ച പോലെ. നിങ്ങൾക്ക് അങ്ങനെ ആർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്? അടുത്ത നമ്മൾ തേക്കാൻ പോണത് ഓലെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ സമക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ സമക്ക് കുറച്ച് എടുത്തെടുത്തുണ്ട് കേട്ടോ. ഇത് തേച്ചില്ല, മോമ തേച്ചിക്കണ്. നമ്മള് എന്താണ് അവിടെ ആയിട്ട് ഓരോ വട്ടവും നോമ്പെടുത്ത കാരണം വ്ളോഗിക്ക് വരാൻ തന്നെ നല്ല മടിയായിരിക്കും. നമുക്ക് നല്ല മടിയിട്ടാവും, ഭയങ്കര ക്ഷീണം. ഒരു ഉച്ചയ്ക്ക് ശേഷം മോമു അവരൊക്കെ ചോറ് കണ്ടപ്പോൾ പിന്നെ അവൾക്ക് വായിൽ വെള്ളം വന്നിട്ട് പക്ഷെ ഞാൻ നോമ്പ് മുറിച്ചില്ല. അപ്പോൾ അവളെ സോപ്പിടാൻ വേണ്ടിയിട്ടൊന്ന് എന്താ പറയുക, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ പോവാണ്ട്. ഫ്രൂട്ട്സ് പിന്നെ അവൾക്ക് മുട്ടപ്പത്തിരി വേണമെന്ന് പറഞ്ഞ്. അവൾക്ക് ബ്രെഡ് പോക്കറ്റ് പറഞ്ഞേ. ഉമ്മാക്ക് എനിക്കൊക്കെ മുട്ടപ്പത്തിരി വേണം. അപ്പം മുട്ടപ്പത്തിരി ഞങ്ങൾ പൊന്നാനിൽ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകാൻ വെച്ചിട്ടാണ്. പിന്നെ ഇവൾക്ക് ബ്രെഡ് പോക്കറ്റ് അവിടെ കിട്ടുകയാണെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കേണ്ടി വരും. കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ. നോമ്പെടുത്തല്ലേ, ഇന്ന് സ്കൂളില്ല. അപ്പോൾ ഒന്ന് നോമ്പെടുപ്പിച്ച്. നാളെ ഞാൻ സ്കൂളുണ്ട്, അവധി ഇന്നാണ് കൊടുത്തിട്ടുള്ളത്. നാളെ നോമ്പെടുത്തിട്ട് സ്കൂളിൽ പോവാം. അപ്പം ഞങ്ങൾ പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ സ്കൂട്ടിൽ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ എന്താവുമെന്നാവും. ആദം എണീക്കുമ്പോഴത്തേനും പോയി വരണം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ ഇട്ടിട്ടുള്ള ചുരിദാർ ഇതാണ് കേട്ടോ. ഞാൻ
ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു പാകിസ്ഥാൻ സ്യൂട്ടാണ്. മുഹമ്മദും ഉണ്ട്. അപ്പം ഞങ്ങൾ പോവാണ്. പക്ഷെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴ. അപ്പം ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. കണ്ടില്ല, ഇതാണ് എൻ്റെ മുഹമ്മദ് ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല പാവാണ്, ഇടയ്ക്ക് ഭയങ്കര കുരുത്തക്കേടാണ്. ഭയങ്കര എന്താ പറയുക, വാശി അങ്ങനെയൊക്കെയാണ് എനിക്ക് അല്ലേ? ആ, അവൻ സമ്മതിച്ചെന്നൊക്കെ നോക്കി പറ. മോമ സ്കൂളിൽ പോകണ്ടട്ടാ. മോമനെ ഈ പ്രാവശ്യം സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ഹിലാല് സമന്റെ സ്കൂളിൽ തന്നെയാണ് പോകുന്നത്. അതൊക്കെ എന്റെ ഉപ്പച്ചിന്റെ വീട്ടിലത്തെ അവരൊക്കെ പറയുന്നത് നമുക്ക് ക്ഷീണമായിട്ട് സമ അവിടെ ഇരിക്കണം കേട്ടോ. പുറത്ത് നല്ല മഴ. ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞങ്ങള് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതില് പോവാന്ന് വെച്ചിട്ടാ. ഞങ്ങൾ ഓട്ടോ വിളിച്ച്. അങ്ങനെ മഴ നിൽക്കുന്ന ലക്ഷണമില്ല. അങ്ങനെ ഓട്ടോ വിളിച്ച് നല്ല ഡാർക്കായി നിൽക്കണം. ഉമ്മച്ചി വിചാരിച്ചു ഇന്നും ഉണ്ടാവും. ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങൾ വിളിച്ച് ഓട്ടോക്കാരൻ വന്നിട്ടോ. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യണം. ഇങ്ങനെ നല്ല മഴയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സമ കുറേ ദിവസമായി പറയണം വെള്ളിൻ്റെ പാദസരം വേണം കേട്ടോ. അപ്പം ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ്. ജംഗ്ഷനിലാണ് ഒരു വെള്ളിൻ്റെ കട ഉള്ളത്. അപ്പോൾ അവിടെ പോയി നോക്കാൻ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പോയിട്ട് കണ്ട കളക്ഷൻസ്. ഫസ്റ്റ് എന്തൊരു പരസ്പര മോഡലാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ബ്ലാക്ക് ഹാങ്ങിങ്സ് ഉള്ളത്. ഇതിൻ്റെ ഒരു വലിയ മോഡൽ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അവർ വേറെ 2-3 പുതിയത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. നമുക്ക് പണ്ടുണ്ടായിരുന്നു ഒരു ഹാങ്ങിങ് ആയിട്ട് ബ്ലാക്ക്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നല്ല മോഡലായിരുന്നത്. അപ്പോൾ സമൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അവൾക്ക്. അതുപോലത്തെ നോക്കാൻ വേണ്ടി പോയതാണ്. പോയി നോക്കുമ്പോൾ അങ്ങനത്തെ കിട്ടി. അങ്ങനെ ഇതാണ് സെറ്റാക്കിയത്. വേറെ മോഡലൊക്കെ ഇട്ട് നോക്കി. പക്ഷേ ഇതെടുക്കാനായിട്ട് പോയി ആഗ്രഹിച്ച് പോയതല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് തന്നെയാണ് എടുത്തത് കേട്ടോ. അങ്ങനെ നമുക്കും അതന്നെ ഇഷ്ടപ്പെട്ടത്. വേറെ അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ട് പോയിട്ട് പിന്നെ അത് കാണുമ്പോൾ അതന്നെ നമ്മൾ എടുക്കുമല്ലോ. നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുള്ള പഴയ മകല്ലേ നമ്മളെ ന്യൂറ വന്നിട്ടുണ്ട്. ന്യൂറ സ്റ്റെഡ് കുത്തിയിട്ട് വന്നിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റെഡ് കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വഴി കുത്തിയിട്ട് വന്നിട്ടുള്ളതാണ്. ന്യൂറാൻ്റെ ഉമ്മക്ക് ഉണ്ട് നോമ്പ് തുറക്കാൻ. അപ്പം നമ്മളൊന്ന് ഞങ്ങളെല്ലാം ആർക്കാണ് നോമ്പുള്ള നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നോമ്പ്. അങ്ങനെ ഞങ്ങൾ ചൂടുള്ള മുട്ടപ്പത്തിരി വാങ്ങാൻ വന്ന് നോക്കുമ്പോൾ നല്ല തിരക്ക്. പിന്നെ അവർ ഞങ്ങൾക്ക് വേഗം തന്നു. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിൽ ഇന്ന് ഇവിടേക്ക് എന്തൊക്കെ തിന്നാണ്ടെന്ന് നോക്കാം. അൽഫാം കൊണ്ടാട്ടോ, ഷവായി, ഡ്രാഗൺ ഫ്രൂട്ട്, കട്ട്ലേറ്റ്, ചിക്കൻ റോള്, ഫ്രൈഡ് റൈസ്, മുട്ടപ്പത്തിരി, മാംഗോ ജ്യൂസ്, പിന്നെ വെള്ളം, ചായ, പിന്നെ വെള്ളം, ആദ്യം പോയി ഇറങ്ങിപ്പോയിട്ടാ. പ്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടോളൂ അങ്ങനെ ഇറങ്ങിപ്പോയി. ആദ്യമേ അത് മുമ്പിൽ വെച്ചെടുത്താളെ. ഞങ്ങൾക്ക് കുഴപ്പമില്ല. പൊന്നെ സഖി എന്തിനാ കിടക്കുമ്പോഴോ എന്തിനാ. എല്ലാരും ജാസിന്റെ ഫാനാണ്. എങ്ങനെയാ പാട്ട്? പൊന്നില്ല ഞങ്ങൾക്ക് നോമ്പ് എടുക്കാൻ വേണ്ടിട്ട് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ വിഷമം മാറി. പൊന്നു സഖി എന്തിനാ കിടക്കുമ്പോഴോടെ എന്തിനാ. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഓരോരുത്തർ ഓരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടോ. എല്ലാവരുടെ കണ്ണും അൽഫാമൊക്കെ ആയിരുന്നു. അപ്പോൾ മുട്ടപ്പത്തിനും അൽഫാമിൻ്റെ ഗ്രേവിയും കൂടിയിട്ട് എല്ലാവരും കഴിച്ചിരുന്നത്. മുട്ടപ്പത്തിരി വേഗം കാലിയായിട്ടോ. ബാക്കിയുള്ള കട്ട്ലേറ്റും റോളൊക്കെ അവിടെ തന്നെ ഇരിപ്പോയി. അപ്പം ഞാനിങ്ങനെ ഫോണിലേക്ക് ശ്രദ്ധിക്കുന്ന കാരണം കുറേ ഐറ്റംസ് അവിടെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം കഴിക്കാൻ നോക്കി. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മുഹറം 9 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നാളെ ഇനി സ്കൂളുണ്ട്. നാളെ സമ നോമ്പെടുക്കുക എന്താണെന്നറിയില്ല.
അപ്പോൾ അങ്ങനെ നോമ്പ് തുറന്നപ്പോൾ എല്ലാവരും ക്ഷീണമായിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ താത്താടെ വീട്ടിലേക്ക് പോയി. പിന്നെ നമുക്ക് നാളെ കുറേ വർക്ക്ഷീറ്റൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ഓക്കേടാ, അസ്സലാമു അലൈക്കും. അത്രയുള്ള ഇന്നത്തെ വിശേഷം.